ഹലോ ഗൈസ്, നമ്മൾ വർക്കലയിലത്തെ എല്ലാം കഴിഞ്ഞു. നമ്മളിപ്പോൾ തിരിച്ച് കൊല്ലത്തേക്ക് വന്നു. കൊല്ലത്ത് എന്താണ് ഇവിടെ? ജഡായുപ്പാറ കാണാൻ പോവുകയാണ്. ഞങ്ങൾ ജഡായുവിലേക്ക് വന്നേക്കാണ്. പിന്നെന്താണ് ജഡായും, പിന്നെ ഇവിടെ എന്താ ജഡായും, പിന്നെ ഇവിടെ സാമ്പ്രാണിക്കൂടി എവിടേക്കോ പോകുന്ന അറിഞ്ഞൂടാ. അപ്പം നമ്മൾ ജഡായുവിലേക്ക് എത്തിയിട്ട് കാണാം. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കാണ്. എന്നാ കഴിച്ചേ? ഇതെന്തായിരുന്നു? നെയ് റോസ്റ്റ് കഴിച്ച പകുതിയായപ്പോഴാണ് ഓർമ്മ വന്നേ. വീഡിയോ എന്ന് പറഞ്ഞ സാധനം ഞാൻ എടുക്കണ്ടായില്ലോന്ന്. ജഡായുവിലെ ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ടു ക്രൗഡഡ്, ഭയങ്കര തിരക്കാട്ടോ, ഭയങ്കര തിരക്ക്. ഇപ്പൊ സമയം എത്രയായി? 10:08 തിരക്കാണ് ഈ കാണുന്നത്. കാൽനട യാത്രയായും പോകാം. 826 സ്റ്റെപ്സ് ഉള്ളു. കുറച്ച് സ്റ്റെപ്സ് ഉള്ളൂ. ജഡായുവിലേക്ക് ഞങ്ങളിപ്പോ കേബിൾ കാർ എടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. അതല്ലാണ്ട് വിശ്വസിക്കുന്നു. അതെ, അതാണ് തോന്നുന്നു ഞങ്ങളിപ്പോ ഇവിടെ നിൽക്കുന്നത്. എന്തിനാന്ന് പറഞ്ഞുവിടാ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നടന്നു പോവാം. റേറ്റ് ഓർമ്മ 325 രൂപ കൊടുത്താൽ മതി. ബട്ട് 826 സ്റ്റെപ്സ് നമ്മൾ കയറണം. കുറച്ചുള്ളൂ. ഇന്നത്തെ ഒരു വ്യായാമം എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് അത് ചെയ്യാം. പക്ഷെ ഞങ്ങൾ ഇന്നലെ നന്നായി വ്യായാമം ചെയ്തു. ഇന്നലെ ഞങ്ങൾ വ്യായാമം നന്നായി ചെയ്തുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഇത്തിരി റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു. ഞങ്ങളിവിടെ ടിക്കറ്റ് എടുക്കാൻ നോക്കിയിരിക്കാം, അഭയാർത്ഥികളെ പോലെ. ഇവള് ഭയങ്കര കള്ളത്തിയാ. ഈ പൂവൊക്കെ കിട്ടി ഡ്രസ്സിന് മാച്ചായിട്ട്. തരില്ലടി. കുറച്ച് ഞാൻ പറഞ്ഞില്ല പേര് കുറുമ്പത്തിയാന്ന്. ഹെൻസ് പ്രൂവ്ഡ്. നല്ല വെച്ചാട്ടോ. അയ്യോ പോയി. ഈ പൂവിന്റെ പേര് പറയും ഗൈസ്. അവര് പറഞ്ഞറിയുന്നു എനിക്ക് ഇത് ഒരു ശംഖുപുഷ്പ. നമ്മളിപ്പോൾ കേബിൾ കാറിൽ കയറാൻ വേണ്ടി പോവാണ്. എക്സൈറ്റഡ് ആണോ നിങ്ങള്? പേടിയുണ്ടോ? പേടിയില്ല, ടെൻഷൻ മാത്രമേ. അയ്യേ, അമ്മ നോക്കി കേറ്. കേറ. ടെൻഷൻ വേണ്ട, ടെൻഷൻ. അവിടെ ഇരിക്കാം. എല്ലാവരും വിശ്വാസം പുറത്തല്ലേ? എവിടെയാ എന്തോ പോട്ടെ വേഗം. നല്ലതാട്ടോ, ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് നമ്മളിപ്പോ ക്യാബിൻ കാറിനകത്താണ് ഇരിക്കുന്നത്. ഇവിടെ ചൂടുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല, പേടിയൊന്നും ആവില്ല. ധൈര്യമുള്ളവർക്ക് പേടിയാവില്ല. എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷെ ഇവിടെ നല്ല ചൂടുണ്ടോ, ഭയങ്കര AC ആക്കായിരുന്നു. ഒരു സജഷൻ പറയാണ് കേബിൾ കാർ ഓണേഴ്സ്. ഗൈസ്, ജഡായു അന്തു അൽക്ക. നമ്മൾ കേബിൾ കാറിൽ ജഡായുവിലെത്തി. തീരെ വെയിലില്ല, അതാണ് കണ്ണ് തുറക്കാൻ പറ്റുള്ളൂ. എന്റെ കണ്ണടഞ്ഞോള്. ഇഷ്ടപ്പെട്ടോ കേബിൾ കാർ എക്സ്പീരിയൻസ്? നന്നായിരുന്നു, ഒരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ വിചാരിക്കും ഇപ്പൊ തരുന്നു, പക്ഷെ അല്ല, തരുന്നില്ല. ഇവർ പറയുന്നത് 1000 ആൾട്ടിറ്റ്യൂഡ് വരെയൊക്കെ മേലെയാണ് ഇതെന്നാണ്. എനിക്ക് കൃത്യം അറിഞ്ഞോട്, പക്ഷെ അങ്ങനെ തോന്നണല്ലേ അല്ലേ? അങ്ങനെ തോന്നില്ല. മസ്റ്റ് ട്രൈ. എല്ലാവരും കൊല്ലത്തോട്ടുവാ ഇത് ട്രൈ ചെയ്യാൻ. അതെ, നല്ല വെയില് നിക്കണോക്കോ കോടയും ചൂടി വന്നിട്ട്. ഇതാണ് ഡെഡിക്കേഷൻ. This is the Jadayu. കണ്ണ് കാണുന്നില്ല, വെയിലടിച്ചിട്ടേ കണ്ണ് കാണുന്നില്ല. നിക്കോ ഈ കണ്ണ് സഹിക്കാൻ പറ്റുന്നില്ല. മൊത്തത്തില് സെൻട്രലൈസ് എന്നാണ് ഞങ്ങളുടെ ഒരു ഇത്. കേബിൾ കാർ മാത്രം ആക്കിയാൽ പോരാ, ലോകം മൊത്തം സെൻട്രലൈസ്ഡ് ആക്കണം. ഗൈസ്, ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ അതെ, വ്ലോഗ് എടുക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി. ഇപ്പൊ നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. കഥം കുറച്ച് എല്ലുകഷ്ണം ബാക്കിയുണ്ട്. കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഓർത്തേ ഞാൻ ഒരു പരിപാടി ചെയ്യുന്നുണ്ടായിരുന്നല്ലോ എന്ന്. ഓർമ്മ വന്നപ്പോൾ ഞാൻ എടുത്തു. അതാണ് എന്റെ ഡെഡിക്കേഷൻ. അത് കാണാതെ പോയിരുന്നു കാര്യം. ഓക്കെ
ഗൈസ് നമ്മളിപ്പോൾ ഏതൊരു മാംഗ്രോ ഫോറസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്, പിന്നെ കുറേ വഞ്ചി ഉണ്ട്, സ്പീഡ് ബോട്ട് ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്, പിന്നെ കുറേ അതർ ആക്ടിവിറ്റീസും മറ്റേ ഇതുണ്ട്. പാർക്കൊക്കെ ഉണ്ട്, പാർക്കുകളുണ്ട്. വർക്കിങ്ങാണോന്ന് അറിയില്ല, കുറേ സംഭവങ്ങളുണ്ട്. ആ ജീപ്പിന്റെ പേരെന്താ? മഡ്രൈസിന്റെ ജീപ്പ്. പിന്നെ മറ്റേ ആകാശത്തോട് സൈക്കിൾ ഓടിക്കാം, ബോറടിച്ച. ട്രാംബുലൈൻ അതുണ്ട്. പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള സാധാ പാർക്കുണ്ട്. നോക്കാം, നമ്മളെന്താ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. എന്താ മുതിർന്നവർ തീരുമാനിക്കും, നമ്മളതിൽ കയറിയിരിക്കാം. ഞങ്ങൾക്ക് കയാക്കിംഗ് ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷേ ചിലപ്പോ ഞങ്ങൾ സ്പീഡ് ബോട്ടിൽ പോകും. കുറെ നാളെ സ്പീഡ് ബോട്ടിൽ പോകും. അത് മേലനങ്ങണ്ടല്ലോ. കയാക്കിങ്ങിൽ മേലനങ്ങണം. കയാക്കിങ് മേലനങ്ങേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ സ്പീഡ് ബോട്ട് എടുക്കാൻ ചാൻസ് ഉണ്ട്. ഞങ്ങൾ വളരെ മിടിച്ചാണ്. ഞാനല്ല, അവള്. എനിക്ക് ഫോൺ പിടിച്ചിട്ട് കൈ വേനെടുക്കാൻ. ബാക്കി പേരെന്താ? ക്രിസ് ഉണ്ടോ നിങ്ങൾക്ക്? കഴിഞ്ഞു. മുടി എന്താ ഇവിടെ കയറണേക്കണേ? എല്ലാ വീഡിയോയിലും ഉണ്ടാവും പറഞ്ഞു. ഗൈസ് നമ്മളിവിടെ റേറ്റ് ഒക്കെ ചോദിച്ചു. കുറച്ചെന്നല്ല, ലേശം ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടാണ് തോന്നുന്നത്. നമ്മളിതിൻ്റെ റേറ്റ് ഒക്കെ ചോദിച്ചു. വഞ്ചിയിൽ പെർ പേഴ്സൺ 500 റുപ്പീസാണ്. കൺട്രി സൈഡ് ബോട്ടിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇവിടെ. എന്തിനാന്ന് അറിഞ്ഞൂടാ. നമ്മൾ മുമ്പ് വന്നപ്പോൾ വെറും 250 ഒക്കെ കൊടുത്തിരുന്നുള്ളൂ. നമ്മളതിന് മുമ്പ് വന്നത് ഇവിടെ ഇല്ല. അത് ഈ സ്ഥലത്തായിരുന്നില്ല, വേറെ സ്ഥലത്തായിരുന്നു. അവിടെ അത് മറ്റേ സാമ്പ്രാണി കൂടി അവിടെ 250 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ ഭയങ്കര റേറ്റ്. ഇവിടെ എന്നാൽ അത്ര സംഭവമൊന്നുമില്ല. ജസ്റ്റ് ഈ കായലിൽ കൂടെ വെറുതെ വണ്ടി പോട്ടെ വഞ്ചിയിൽ കൊണ്ടുപോകണുള്ളൂ. എന്നിട്ടാണ് ഇത്ര റേറ്റ്. സോ I think it's a bit expensive. Speed boat per head 1000 rupees. സ്പീഡ് ബോട്ടിന് 1000, കയാക്കിങ്ങിനും 1000. ആ നമ്മുടെ അവിടെ ചെറായിലൊക്കെ 650 കയാക്കിങ് കിട്ടും. ഇവിടെ എന്താ കൂടാലോചന? ഞങ്ങൾ കുറച്ച് ബ്ലോഗിങ് ആണ്. അപ്പോ അതിന്റെ കൂടാലോചനയാണോ അവിടെ നടക്കുന്നത്? ഞങ്ങളുടെ ഒരു ഏറെ നേരത്തെ ഒരു ആഗ്രഹമാണ് ട്രാംപോലീനിൽ കയറി ചാടി കളിക്കാന്നുള്ളത്. ഇപ്പൊ ആ ട്രാംപോലീനോട് ആരും കാണാനില്ല. അപ്പൊ ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഇവളാണ് എനിക്ക് ഐഡിയ തന്നെ. ഇവള് പറഞ്ഞു ഇപ്പൊ അവിടെ ആരുമില്ല, നമുക്ക് വേഗം കയറിയതിൽ ചാടി കളിക്കാന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം നീ കയറാൻ തോന്നിട്ട് ഞാൻ നിനക്ക് ഞാനാരാ, നീ കയറി നോക്ക്, എന്തെങ്കിലും പറയുമോന്ന് അറിയാലോ. ഞങ്ങൾക്കൂടെ കിടക്കാനുള്ള ഗ്യാപ്പില്ലാന്ന് തോന്നണം കേട്ടോ. ഇതിനുള്ളിൽ ഞാൻ അങ്ങനെ കയറും. അതൊന്നും കയറി വയ്ക്കേ. ഞാൻ പണ്ടത്തെ മറ്റേ കറങ്ങുന്ന കുതിര ഇതിലിരിക്കാന്ന് വിചാരിച്ചു. ഹലോ, കാലെടുത്തു ഞാൻ. ഹായ്, നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണ്? കുതിരപ്പുറത്ത് സവാരി. അയ്യോ സോറി, ഇത് താറാവാട്ടോ ഗൈസ്. താറാവിനെ പുറത്ത് സവാരി ചെയ്യുന്നു. ഈ അന്തു വരുന്നില്ല, വലിയ ഷോ കാണിച്ചു നിക്കാം. പിന്നെ ഈ താറാവാനങ്ങളില് ഈ താറാവിന് നമ്മളെ താങ്ങാനുള്ള ശക്തിയില്ലാന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ ശരിക്കും നമ്മളിവിടെ ഇറങ്ങുകയാണ്. ഇങ്ങനെ താറാവ് നമ്മൾ ഉപേക്ഷിച്ചു. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. എടുക്ക അവസാനത്തെയാവും. ഗൈസ്, നമ്മളിവിടെ എന്തൊക്കെയോ ചെയ്തിപ്പോ എന്താ ഒപ്പിട്ട് കൊടുത്തോണ്ടിരിക്കുക. നമ്മൾ സൈൻ ചെയ്ത് കൊടുത്തു. 20 പേർക്ക് 2 ബോട്ടിന് 5000. വേണ്ടി ബോട്ടിൽ കയറാൻ കരഞ്ഞൊടുങ്ങി. അമ്മ ടെൻഷനുണ്ടോ? ഈ ബോട്ടിലാണ് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്യുന്നത്. ഈ ബോട്ട് ഓക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടു കേട്ടോ. ഓൾ സെറ്റ് ടു ഗോ ബോട്ടിംഗ്. എല്ലാവരും ഉണ്ട്. ടെൻഷൻ ആർക്കും ഇല്ല കേട്ടോ. എല്ലാവരും കോൺഫിഡന്റാ. ഗൈസ്, നമ്മൾ ബാർഗെയിൻ ചെയ്തു. എന്നിട്ടിപ്പോൾ ബാർഗെയിൻ ചെയ്ത് നമ്മളിപ്പോൾ എത്ര റേറ്റ്? 250 പെർ ഹെഡ് 250 ആക്കി. എന്നിട്ട് നമ്മളെല്ലാവരും ബോട്ടിൽ പോകണം. ഇത് നമ്മൾ തട്ടിയിടുന്ന അറിയില്ല കേട്ടോ, ബാർഗെയിൻ ചെയ്തതിന്റെ പേരിൽ.
തട്ടിട്ട് ജീവനോട് ഉണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ബ്ലോഗ് ഇതോടെ അവസാനിക്കും. അത് കാണാൻ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇനി ആ ഒരു ഭാഗ്യം കിട്ടുമെന്ന് അറിയില്ല. ലെറ്റ്സ് സീ. അൽക്കജി എന്ന പൊന്മരത്തോടെ വീഴുകയാണ്. അടുത്തതാര്? അക്സമരിയാൻഡോ വീട്ടിലിരിക്കുന്നുണ്ട്. ഇൻട്രോ കേട്ടാ. ഗൈസ്, ബോട്ടിൽ കയറുകയാണ് അവർ. വരാം വരാം വരാം. ബൈ ബൈ, സീ യു. ഗൈസ്, നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർ കയറുകയാണ്. ഓക്കെ, ഞാനിനി ചാടട്ടെ. എന്തോ ഗൈസ്, നമ്മളങ്ങനെ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ ഈസ് തുഴയിൽ ദ ബോട്ട്. ടെൻഷനുണ്ടോ? അച്ഛാ അച്ഛാ, അവരവിടെ പോയി. അവിടെ ഇഷ്ടം പോലെ ആൾക്കാരും. വെള്ളം ഉപ്പ് രസം ഉണ്ടല്ലോ. അതിങ്ങനെ കുടിച്ചു നോക്കിയാ? അച്ചാച്ചൻ നോക്കി നോക്കിയാ? അപ്പൊ അത് കടലിൽ നിന്ന് വരണ്ടേ വെള്ളം? മഴവെള്ളം അതെന്തെങ്കിലും സിക്ക് ലീവ് പറയുന്നത് കണ്ടാലും അത് കാണാൻ പറ്റും. ഈഫൽ ടവർ നീ കണ്ടിട്ട് അത് കാണാൻ ഞങ്ങളുടെ തന്നെ പോണ്ടേ. അമേരിക്കയിൽ കണ്ടു എന്ന് പറഞ്ഞാൽ ഈഫൽ ടവർ അമേരിക്കയിൽ കൊണ്ട് വയ്ക്കാൻ പറ്റുമോ? നീ അവിടെ വെള്ളച്ചാട്ടം കണ്ടു, ഇവിടുത്തെ വെള്ളച്ചാട്ടം നീ കണ്ടിട്ടുണ്ടാ? അത് മതി. നീ അങ്ങോട്ട് പ്രസ്താവിച്ച ഞങ്ങൾക്ക് അങ്ങോട്ട് സമ്മതിച്ചു തരാൻ പറ്റും. അവിടെ പോണ്ടത്. ഞാൻ ബാക്കിലായിരുന്നു, ഞാനിപ്പോ ഫ്രണ്ടിലെത്തി. കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ. ഹായ് എന്തോ വൈബാട്ടോ. വെയിലില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, കുറച്ചൊരു വെയിലുള്ളൂ, പക്ഷെ ചൂടുണ്ട്. ഏയ്, ആയിരം ആശകളാലൊരു പൊന്മനമേയും തേൻ പണ്ടു ഞാൻ. വെറുതെ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫണ്ണില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും കുറച്ച് ഫണ്ണിന് വേണ്ടി ഈ സോഫ റൈഡിൽ കയറി. പിന്നീട് അങ്ങോട്ടുണ്ടായത് എക്സ്ട്രീംലി ഫൺ തിങ്സ് ആയിരുന്നു. വാവ്, നൈസ്. ഹായ്, നമ്മുടെ വർക്കല ട്രിപ്പ് അങ്ങനെ അവസാനിച്ചു. ഞങ്ങൾ തിരിച്ച് ട്രെയിൻ കയറാനായിട്ട് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചെത്തി. സോ എല്ലാവരും ഞങ്ങൾ ട്രിപ്പ് എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അതെ, ഞങ്ങൾ എൻജോയ് ചെയ്തു. ഞങ്ങൾ ഈ ട്രിപ്പിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഒരു ഫൺ റൈഡ് ഉണ്ടായിരുന്നു വെള്ളത്തിൽ, അല്ലേ? അതെ, അതിൻ്റെ വീഡിയോ ഞങ്ങളിതിൽ ഇടുന്നതായിരിക്കും. സോ എല്ലാവരും അത് ഡു വാച്ച്, സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. അതന്നെ. ബൈ ബൈ.